ട്രോപ്പിക്കൽ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പ്ലാന്റാണ് ഡിഫൻബാജിയ അഥവാ ഡം ക്യാൻ. ഇൻഡോറായും ഔട്ട്ഡോറായും പ്ലാന്റ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചോയ്സ് ആണ് ഡിഫൻബാജിയ. വളരെ ഈസിയായി കെയർ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റിന് ബ്രൈറ്റ് വൈറ്റ് വെരിഗേറ്റഡ് ലീവ്സ് കാണുന്നു. കൂടാതെ ലീഫിൻ്റെ എഡ്ജസിൽ ഡാർക്ക് ഗ്രീൻ കളറും കാണപ്പെടുന്നു. ഇൻഡോർ എയർ പ്യൂരിഫിക്കേഷനും ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും ഈ പ്ലാന്റ് നടുന്നതിലൂടെ സാധിക്കും. ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഡിഫൻബാജിയയ്ക്ക് ആവശ്യം. വരാന്ത, ജനലിൻ്റെ അരികു വശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഡിഫൻബാജിയ ഇൻഡോറായി വെക്കേണ്ടത്. വെള്ളം അധികമായി ഒഴിക്കുകയാണെങ്കിലോ കുറവ് വെള്ളം ഒഴിക്കുകയാണെങ്കിലോ ഡിഫൻബാജിയയുടെ ഇലകൾക്ക് മഞ്ഞ നിറമാവും. അതുകൊണ്ട് തന്നെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കുന്ന തരത്തിൽ മിതമായ രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക. ആഴ്ചയിലൊരിക്കൽ ചെടിയുടെ ഇലകൾക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ചെടിക്ക് കൂടുതൽ ഉന്മേഷം നൽകും. പോട്ടിംഗ് മിശ്രിതമായി 30% മണൽ, 30% മണ്ണ്, 20% കമ്പോസ്റ്റ്, 20% ചാണകപ്പൊടി എന്നിവ ഉപയോഗിക്കുക. ഡിഫൻബാജിയ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് സ്റ്റെം ഉപയോഗിച്ചാണ്. തണ്ട് നേരിട്ട് മണ്ണിൽ നട്ടുപിടിപ്പിക്കുന്നത് കൂടാതെ തണ്ട് മുറിച്ചെടുത്ത ശേഷം അറ്റ്ലീസ്റ്റ് ഒരു നോഡെങ്കിലും വെള്ളത്തിൽ മുങ്ങത്തക്ക വിധത്തിൽ ഇട്ട് വയ്ക്കുക. സൂര്യപ്രകാശം നേരിട്ട് കിട്ടാത്ത സ്ഥലങ്ങളിൽ വേണം ഇങ്ങനെ വയ്ക്കുവാൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേര് പിടിച്ച് കിട്ടും. ഇങ്ങനെ വേര് പിടിച്ച് കിട്ടിയ ചെടിയെ മണ്ണിൽ നടാം. പ്ലാന്റ് ബുഷിയായി വളരാതിരിക്കാൻ പ്രോപ്പറായ പ്രൂണിങ് ചെയ്യുക. പ്രൂണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1/3 ഭാഗം ചെടിയെ നിലനിർത്തിക്കൊണ്ട് മാത്രം പ്രൂണിങ് ചെയ്യുക. നിറം മങ്ങിയ ഇലകളെ ട്രിം ചെയ്ത് മാറ്റുക. വേരുകളുടെ വളർച്ച പ്രൊമോട്ട് ചെയ്യുന്നതിനായി വർഷത്തിലൊരിക്കൽ റീപോട്ടിംഗ് ചെയ്യുക. ഫെർട്ടിലൈസറായി മാസത്തിൽ ഒരിക്കൽ വെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കുക. ഡിഫൻബാജിയ പ്ലാന്റ് മനുഷ്യനും വളർത്തുമൃഗങ്ങൾക്കും ടോക്സിക് ആണ്. ഇവയുടെ ഇലകൾ ചവയ്ക്കുകയാണെങ്കിൽ വായിലും തൊണ്ടയിലും വീക്കത്തിനും മരവിപ്പിനും കാരണമാകും. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നും ഇവയെ മാറ്റിവെക്കുക. ചാനലിലെ കണ്ടൻറ്റുകൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തുടർന്നുള്ള നോട്ടിഫിക്കേഷനുകൾക്കായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.